എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2018 റിലീസ് ചെയ്ത മഴയത്തും എന്ന സിനിമയാണ്. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും ഈ സിനിമ കണ്ടിരിക്കണം. 13 വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്ന അച്ഛൻ, സ്കൂളിൽ വെച്ച് കൗൺസിലിംഗ് ചെയ്ത ടീച്ചറോട് ആ കുട്ടി പറഞ്ഞ സത്യങ്ങൾ കേട്ട് ഞെട്ടിയ സ്കൂൾ അധികൃതർ. അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു വീട് കാണിക്കുന്നു, മനോഹരമായൊരു വീട്. ആ വീട്ടിൽ ഒരു അച്ഛൻ, ഒരു മകൾ, ഒരമ്മ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ മകൾക്ക് അച്ഛൻ എന്നാൽ ജീവനാണ്. അച്ഛൻ കഴിഞ്ഞ് അവൾക്ക് വേറെ ആരും തന്നെയുള്ളൂ. ഈ അച്ഛനാണ് ഈ സിനിമയിലെ നായകൻ. അയാളുടെ പേര് വേണുഗോപാൽ എന്നാണ്. അങ്ങനെ നായകൻ മകളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട ശേഷം അയാൾ ബസ്സിൽ ഡ്യൂട്ടിക്ക് പോകുന്നു. അന്നേരം അടുത്തൊരു സീറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ഒരു പെൺകുട്ടിയെ അവൻ്റെ അടുത്ത് വിളിച്ചിരുത്തുന്നു. എന്നാൽ ആ കുട്ടിയുടെ അമ്മ അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ഇത് നായകന് ഇൻസൾട്ട് പോലെ ഫീലാകുന്നു. നായകൻ്റെ ഭാര്യ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്കൊരു ജോലിയുമില്ല. അവളുടെ പേര് അനിത എന്നാണ്. അവൾക്കൊരു സുഹൃത്തുണ്ട്, അവളുടെ പേര് സുമ എന്നാണ്. അവളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. എന്നാൽ നായിക അവളെ കാണാൻ പോകുന്നത് നമ്മുടെ നായകന് ഇഷ്ടമല്ല. ഇക്കാര്യം പറഞ്ഞ് അവർ തമ്മിൽ എപ്പോഴും വഴക്കിടും. അങ്ങനെയിരിക്കെ നായകൻ്റെ മകളായ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് 12 വയസ്സായി. അവർ ആ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. അന്നേരം നായകൻ മകൾക്കൊരു പട്ടിക്കുട്ടിയെ സമ്മാനമായി നൽകുന്നു. അവൾക്ക് ആ ഗിഫ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസം മകളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട ശേഷം നായകൻ ടാറ്റ കാണിച്ചുകൊണ്ട് ആ ബസ്സിൻ്റെ പിറകെ ഓടുന്നു. ശേഷം അയാളും ജോലിക്ക് പോകുന്നു. അപ്പോൾ സ്കൂൾ ബസ്സിലെ ഒരു കുട്ടി, നിന്റെ അച്ഛന് നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ? എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും എന്നോട് കാണിക്കാറില്ല, എന്തിന്, ഒന്ന് ചിരിക്കുക പോലും ഇല്ല എന്നൊക്കെ പരിഭവം പറയുന്നു. അങ്ങനെ അന്ന് രാത്രി കിടക്കാൻ നേരം വാർത്തയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിൻ്റെ വാർത്ത ടിവിയിൽ കാണിക്കുന്നു. ആ വാർത്ത കണ്ട് ദേഷ്യം വന്ന നായിക TV ഓഫ് ചെയ്ത ശേഷം കിടക്കാൻ വരുന്നു. അന്നേരം മകൾ പതിയെ ഇവരുടെ മുറിയിലേക്ക് വരുന്നു. അവൾക്ക് ചില രാത്രികളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. മകൾ വരുന്നത് കണ്ട അമ്മ, എന്താടി ഇന്ന് ഇടിയോ മിന്നലോ ഒന്നും തന്നെ ഇല്ലല്ലോ, മര്യാദയ്ക്ക് നീ നിന്റെ റൂമിൽ പോയി കിടക്ക് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ശ്രീലക്ഷ്മി ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് കിടന്നിരുന്നു. എനിക്ക് പനി പോലെ തോന്നുന്നു, ഞാൻ ഇന്ന് അച്ഛൻ്റെ അടുത്ത് കിടന്നോളാം എന്ന് അവൾ പറയുന്നു. ശേഷം അമ്മ അവളുടെ വാശി സമ്മതിച്ചു കൊടുക്കുന്നു. ശേഷം എല്ലാവരും ഒന്നിച്ച് കിടന്നുറങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസം നായകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നായകനൊരു കോൾ വരുന്നു. അത് മകളുടെ സ്കൂളിൽ നിന്നായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛനല്ലേ? ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, എന്നാൽ ആരും തന്നെ ഫോൺ എടുത്തില്ല. ശ്രീലക്ഷ്മിക്ക് നല്ല പനിയുണ്ട്, ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, എന്നാലും കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അങ്ങനെ ആ കോൾ കട്ടായ ശേഷം നായകൻ വീട്ടിലേക്ക് വിളിക്കുന്നു. എന്നാൽ ആരും കോൾ എടുക്കുന്നില്ല. അതിൽ നായകന് ദേഷ്യം വരുന്നുണ്ട്, ഇവളിത് എവിടെ പോയി കിടക്കുന്നു എന്നോർത്ത്. ശേഷം നായകൻ സ്കൂളിൽ പോയി മകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തിയപ്പോൾ നായകൻ കാണുന്നത് വീട് പൂട്ടി ഭാര്യ അവനോട് പറയാതെ എങ്ങോട്ടേക്കോ പോയിരിക്കുകയാണ്. ഭാര്യയുടെ ഫോണിലേക്ക് നായകൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പെട്ടെന്ന് മകൾ ക്ഷീണം കൊണ്ട് വീഴുന്നു. ഇത് കണ്ട നായകൻ വേറെ ഒന്നും ചിന്തിക്കാതെ ലോക്ക് തല്ലിപ്പൊളിച്ച് വീടിനകത്തേക്ക് കയറുന്നു. ശേഷം വീട്ടിലെത്തിയ നായിക വീട്ടിലെ ലോക്ക് പൊളിച്ചത് കണ്ട് ഭർത്താവ് എത്തിയ കാര്യം അറിഞ്ഞ് സുഹൃത്തിനെ വേഗം പറഞ്ഞുവിടുന്നു. സുഹൃത്തിനെ കണ്ടാൽ ചിലപ്പോൾ നായകൻ ദേഷ്യപ്പെടും. ശേഷം നായിക വീട്ടിനകത്തേക്ക് കയറുന്നു. അപ്പോൾ മോൾ കിടക്കുന്നത് കണ്ട നായിക വിവരം തിരക്കുന്നു. എന്നാൽ നായകൻ പറയാതെ പോയതിനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനും ഭാര്യയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസം വയ്യാതെ കിടക്കുന്ന മോളെ തനിച്ചാക്കി നായിക സുഹൃത്തിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് പോവാൻ റെഡിയാകുന്നു. അതുമാത്രമല്ല, അവിടെ തനിക്ക് സെയിൽസിൽ ജോലി ശരിയായിട്ടുണ്ട് എന്ന് നായകനോട് പറയുന്നു. എന്നാൽ അവന് ആ കൂട്ടുകാരിയെ തീരെ ഇഷ്ടമല്ല. അവൻ അവളോട് ആ ഫംഗ്ഷന് പോകരുത് എന്ന് പറയുന്നു. എന്നാൽ അവൾ അവൻ്റെ വാക്ക് ധിക്കരിച്ച് ജോലിക്കും ആ കടയുടെ ഉദ്ഘാടനത്തിനുമായി പോകുന്നു. എന്നാൽ നായിക പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ജോലി കഴിഞ്ഞ് നായിക തിരിച്ചു വരുമ്പോൾ വീട് ലോക്ക് ചെയ്ത് നായകൻ മകളെയും കൂട്ടി എങ്ങോട്ടേക്കോ പോയിരുന്നു. അവൾ അവനെ കുറേ പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്യുന്നു, എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ അവിടെ മുഴുവനും താക്കോലിനായി അന്വേഷിക്കുന്നു, എന്നാൽ അവിടെ എവിടെയും താക്കോൽ ഇല്ലായിരുന്നു. രാത്രിയായിട്ടും നായകൻ വരുന്നില്ല. ശേഷം വേറെ വഴിയില്ലാതെ നായിക തൻ്റെ സുഹൃത്തിനെ വിളിച്ച് എന്നെ ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സുഹൃത്തിനോട് സങ്കടം പറഞ്ഞ് അവൾ കരയുന്നുമുണ്ട്. അങ്ങനെ കൂട്ടുകാരി വന്ന ശേഷം നായികയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ വഴക്ക് മൂർച്ഛിച്ച് നായകനും നായികയും വേർപിരിഞ്ഞ് താമസിക്കുന്നു. അങ്ങനെ മകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് നായകൻ മകളെ ഹോസ്റ്റലിൽ ചേർക്കുന്നു. ശേഷം ലീവിന് മകൾ ആരുടെ കൂടെ നിർത്തും എന്നതായി അവരുടെ തർക്കം. അതിനിടയിൽ നായകൻ പുതിയ കാർ വാങ്ങുന്നു.
നായിക ഒരു സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങുന്നു. അങ്ങനെ നായകൻ പതിയെ പതിയെ കള്ളുകുടിയും സിഗരറ്റ് വലിയും തുടങ്ങുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റുന്നു. മകൾ ലീവിന് വരുന്നതിന് മുമ്പ് നായകൻ ഒരു ജോലിക്കാരിയെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ നായിക ആ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ല എന്ന് വേലക്കാരുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ വേലക്കാരി ജോലിക്ക് വരുന്നത് ആ ഭർത്താവ് തടയുന്നു. അങ്ങനെ ആ വേലക്കാരി ജോലിക്ക് വരുന്നത് നിർത്തുന്നു. നായിക അങ്ങനെ ചെയ്തത് നായികയ്ക്ക് മകളെ തൻ്റെ കൂടെ നിർത്തണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അവളുടെ ബർത്ത്ഡേ ആണ്. എന്നാൽ മകൾ വരുന്നതിന് മുമ്പ് തന്നെ നായകൻ വീട് മുഴുവനും വൃത്തിയാക്കി മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. അന്നേരം നായികയും അവിടെ ഉണ്ടായിരുന്നു. അവളും മകളെ കൂട്ടാൻ വന്നതാണ്. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കിടുന്നു. ശേഷം സ്കൂൾ അധികൃതർ അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ കൗൺസിലിംഗ് ടീച്ചർ ഇവരോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഈ വേർപിരിഞ്ഞുള്ള ജീവിതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ മകളെയാണ് എന്നൊക്കെ പറഞ്ഞ് നായികയും നായകനെയും കൗൺസിലിംഗ് ചെയ്യുന്നു. എന്നാൽ നായകൻ ഈ കൗൺസിലിംഗ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ആ ടീച്ചറോട് ദേഷ്യപ്പെടുന്നു. ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകും വഴി നായികയുടെ കാർ അവർ കാണുന്നു. അങ്ങനെ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ നായകൻ പോകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നായികയുടെ കാർ ആക്സിഡൻ്റ് ആവുന്നു. അമ്മയുടെ കാർ പുറകിൽ കാണാത്തതുകൊണ്ട് മകൾ നായികയ്ക്ക് ഫോൺ വിളിക്കുന്നു. എന്നാൽ ആ ഫോൺ എടുത്തത് ഹോസ്പിറ്റൽ അധികൃതരായിരുന്നു. അവർ നിങ്ങളുടെ ഭാര്യയ്ക്ക് അപകടം പറ്റി, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുന്നു. ശേഷം നായകനും മകളും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ശേഷം ഹോസ്പിറ്റൽ ബില്ലും അപകടം സംഭവിച്ച വണ്ടിയും ശരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നായകനാണ്. അങ്ങനെ രാത്രി കിടക്കാൻ നേരം മകൾ പുതച്ച പുതപ്പിൽ ബ്ലഡ് കണ്ട നായകൻ ഞെട്ടുന്നു. മുറിവോ മറ്റോ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. എന്നാൽ മുറിവൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ നായകന് മകൾ വയസ്സറിയിച്ച കാര്യം മനസ്സിലാകുന്നു. അയാൾ അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ച് കാര്യം പറയുന്നു. അന്നേരം നായിക മകൾക്ക് ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം നായിക മകൾക്ക് വേണ്ടി തിരിച്ചു വരുന്നു. നായകൻ അവർക്ക് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഭാര്യ പോയ ശേഷം നായകൻ പാചകമൊക്കെ പഠിച്ചു. അങ്ങനെ അവർ എല്ലാവരും ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങുന്നു. അന്ന് രാത്രി മകൾ വന്ന് അവർക്കിടയിൽ കിടക്കുന്നു. എന്നാൽ നായിക അതിന് സമ്മതിക്കുന്നില്ല. അവൾ ശ്രീലക്ഷ്മിയെ അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു. എന്നാൽ നായകൻ നായികയെ തനിച്ചാക്കി മകളുടെ കൂടെ പോയി കിടക്കുന്നു. അവൾ അത് എന്തോ പോലെ നോക്കുന്നുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അതിനിടയിൽ മകളുടെ 13ാം ബർത്ത്ഡേ അവർ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. പതിയെ പതിയെ നായകനും നായികയും അടക്കുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ ഉരുകി ഇല്ലാതാവുന്നു. വീണ്ടും ആ കുടുംബത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നു. അങ്ങനെയിരിക്കെ ശ്രീലക്ഷ്മി സ്കൂളിൽ വെച്ച് തലതിരിഞ്ഞ് വീഴുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു. എന്നാൽ ആ ഡോക്ടർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഡോക്ടർ സ്കൂൾ അധികൃതരോട് ഈ കുട്ടിയെ നിങ്ങളൊരു ലേഡി ഡോക്ടർക്ക് കാണിക്കൂ എന്ന് പറയുന്നു. ശേഷം പ്രിൻസിപ്പാൾ നായികയെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു. അത്യാവശ്യമായി നിങ്ങൾ സ്കൂളിലേക്ക് ഇപ്പോൾ തന്നെ വരണമെന്ന് പ്രിൻസിപ്പാൾ നായികയോട് പറയുന്നു. അതിനിടയിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ലിസി ടീച്ചർ ശ്രീലക്ഷ്മിയുമായി സംസാരിക്കുന്നു. എന്നിട്ട് ആ ടീച്ചർ അവളോട് നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്, അത് എന്താണെന്ന് പറ, ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ ആ കുട്ടി പേടിച്ച് എനിക്കെൻ്റെ അച്ഛനെ കാണണമെന്ന് പറയുന്നു. ഈ മറുപടി കേട്ട ലിസി ടീച്ചർക്ക് ചില കാര്യങ്ങൾ ബോധ്യമാവുന്നു. ടീച്ചർ കൂടുതൽ അറിയാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നു. വീണ്ടും അതേ മറുപടി കേട്ടപ്പോൾ ലിസി ടീച്ചർ ചില കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. ഇതേ സമയം സ്കൂളിലെത്തിയ നായികയോട് പ്രിൻസിപ്പാളും ടീച്ചേഴ്സും മകൾ ഗർഭിണിയായ കാര്യം അറിയിക്കുന്നു. ഇത് കേട്ട നായിക ആകെ തകർന്നു വീഴുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ ശ്രീലക്ഷ്മി കൗൺസിലിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ അവളുടെ അമ്മ നിൽക്കുന്നു. അമ്മയെ കണ്ട ആശ്വാസത്തിൽ ശ്രീലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നാൽ നായിക അവളെ പിടിച്ച് തള്ളുന്നു. എന്നിട്ട് എനിക്ക് നിന്നെ കാണണ്ട, എനിക്കിങ്ങനൊരു മകളില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നു. ശേഷം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ശ്രീലക്ഷ്മി ആകെ തകർന്നു നിൽക്കുകയാണ്. ശേഷം സ്കൂൾ ചെയർമാനും പ്രിൻസിപ്പാളും എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് കൂടുന്നു. അന്നേരം ചെയർമാൻ കുട്ടിയുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ലിസി ടീച്ചർ അത് തടയുന്നു. അച്ഛനെ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട എന്നവർ പറയുന്നു. ഇതേ സമയം ശ്രീലക്ഷ്മി സ്കൂളിലെ ലാൻഡ് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ടീച്ചേഴ്സ് കാണുന്നു. അവർ വന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. അവൾ ഉറക്കെ കരയുന്നു. എന്നാൽ വ്യക്തമല്ലാത്ത എന്തൊക്കെയോ അച്ഛൻ കേൾക്കുന്നുമുണ്ട്. ശേഷം അവിടേക്ക് ഓടി വന്ന അവളുടെ അമ്മയുടെ മകൾ എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അമ്മ അപ്പോൾ തന്നെ അച്ഛനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും ലിസി ടീച്ചർ നായികയുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. സ്കൂൾ അധികൃതർക്ക് നായകനെയാണ് സംശയം. സ്വന്തം മകളെ റേപ്പ് ചെയ്തത് അയാളാണ് എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ മകൾ വിളിച്ചതുകൊണ്ടും നേരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടും നായകൻ സ്കൂളിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പാൾ നോക്കട്ടെ, നിങ്ങളുടെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കാര്യം പറയാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ എന്താണ് കാര്യമെന്നറിയാൻ നായകൻ നേരെ സ്കൂളിലേക്ക് വരുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഹീറോയെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്നിരുത്തുന്നു. ശേഷം ലിസി ടീച്ചർ മകൾ ഗർഭിണിയാണെന്ന സത്യം നായകനോട് പറയുന്നു.
മകൾ ഗർഭിണിയാണെന്നറിഞ്ഞ ആ അച്ഛൻ വിങ്ങിപ്പൊട്ടുന്നു. ഇതിനിടയിൽ ഒരു മാഷ് നായകൻ്റെ ഫോട്ടോ ആരും അറിയാതെ എടുക്കുന്നു. അന്നേരം നായകൻ എൻ്റെ മകൾ എവിടെ, അവളെ എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലിസി ടീച്ചർ ഞങ്ങൾക്കറിയില്ല, കുട്ടിയെ അമ്മയുടെ കൂടെ പറഞ്ഞയച്ചു എന്ന് മറുപടി നൽകുന്നു. ഇത് കേട്ട നായകൻ ദേഷ്യം വന്ന് നേരെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് പോകുന്നു. എന്നാൽ പ്രിൻസിപ്പാൾ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ നായകൻ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് ബഹളമുണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് നായകനെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി പറഞ്ഞുവിടുന്നു. ഇതേ സമയം നേരത്തെ ഫോട്ടോ എടുത്ത ആ അധ്യാപകൻ ആ ഫോട്ടോ വെച്ച് മകളെ പീഡിപ്പിച്ച അച്ഛൻ എന്ന ക്യാപ്ഷനിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് പെട്ടെന്ന് തന്നെ വൈറലാകുന്നു. അങ്ങനെ ആ പോസ്റ്റ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന നായകൻ കാണുന്നു. ആ പോസ്റ്റ് കണ്ട സങ്കടം സഹിക്കാൻ വയ്യാതെ നായകൻ എന്ത് ചെയ്യണമെന്നറിയാതെ നായകൻ തൻ്റെ ഫാമിലി ഫ്രണ്ടായ നാരായണേട്ടനെ കാണാൻ വരുന്നു. അയാൾ ആ പോസ്റ്റ് കണ്ട് സങ്കടപ്പെടുന്നു. ശേഷം ഇരുവരും ബാറിൽ കയറി നായികയ്ക്ക് ഫോൺ വിളിക്കുന്നു. അവൾ സ്കൂളിലെ ലിസി ടീച്ചർ പറഞ്ഞതാണ്, അവർ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ അറിഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ നാരായണേട്ടൻ അവൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നീ അവനോടൊന്ന് സംസാരിക്കേ, ഞാൻ അവന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് നായകന് ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും നായിക കോൾ കട്ട് ചെയ്യുന്നു. അന്നേരം സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച പോസ്റ്റ് കണ്ട് ബാറിലുള്ളവർ നായകനെ ഒരുമാതിരി തുറിച്ചു നോക്കുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന നായകൻ നേരെ ലിസി ടീച്ചറെ കാണാൻ വരുന്നു. എന്നാൽ ലിസി ടീച്ചർ സംസാരിക്കാൻ കൂട്ടാകാതെ പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് കയറി വാതിലടക്കുന്നു. എന്നാൽ ലിസി ടീച്ചറെ പുറകെ വന്ന നായകൻ പ്രിൻസിപ്പാളുടെ റൂമിന്റെ പുറത്ത് വെച്ച് ബഹളമുണ്ടാക്കുന്നു. അന്നേരം അവിടെ എത്തിയ നാരായണേട്ടൻ നായകനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ശേഷം ബാറിൽ മദ്യപിക്കാനെത്തിയ നായകനെ ബാർ ജീവനക്കാരും കസ്റ്റമേഴ്സും ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട് മകളെ പീഡിപ്പിച്ച അച്ഛനെന്ന് പറഞ്ഞ് തല്ലി പുറത്താക്കുന്നു. ശേഷം നായകന്റെ കൂട്ടുകാർ വന്ന് നായകനെ വീട്ടിലെത്തിക്കുന്നു. എന്നാലും അവർക്കും നായകനെ സംശയമാണ്. അതവർ അവനോട് തുറന്നു ചോദിക്കുന്നു, ഈ പോസ്റ്റിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ലാതെ വെറുതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ. സുഹൃത്തുക്കളും തന്നെ വിശ്വസിക്കുന്നില്ല എന്നറിഞ്ഞ നായകൻ നിസ്സഹായനായി പൊട്ടിക്കരയുന്നു. അടുത്ത സീനിൽ നായകൻ മകളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ചില്ലുവാതിലിന്റെ അപ്പുറം നിൽക്കുന്ന അച്ഛനെ കണ്ട മകൾ ഉറക്കെ അച്ഛാ അച്ഛാ എന്ന് നിലവിളിക്കുന്നു. അവൾക്ക് അച്ഛനോട് എന്തോ പറയാനുണ്ട്, അച്ഛനോട് മാത്രമായി. അയാളും മകളെ കണ്ട് കരയുന്നു. എന്നാൽ ഹോസ്പിറ്റൽ അധികൃതരും അവിടെ കൂടിയിരുന്നവരും നായകനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് മാറ്റുന്നു. കൂടാതെ നേഴ്സ് വന്ന് ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുന്നു. അന്നേരം നായിക നായകനെ തുറിച്ചു നോക്കുന്നു. എല്ലാവരും കരുതുന്നത് പോലെ തൻ്റെ ഭാര്യയും തന്നെ സംശയിക്കുന്നു എന്നറിഞ്ഞ നായകൻ എന്നെ അങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ആരൊക്കെ സംശയിച്ചാലും സ്വന്തം ഭാര്യ കൂടെ ഉണ്ടാകുമെന്ന് അവൻ കരുതിയിരുന്നു. എന്നാൽ അവളും എല്ലാവരെയും പോലെ തന്നെ സംശയിക്കുന്നു എന്നറിഞ്ഞ നായകൻ ഒരു പ്രാന്തനെ പോലെ പെരുമാറുന്നു. അന്നേരം പോലീസ് വന്ന് നായകനെ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം മുഖം മറിച്ച് മീഡിയക്കാരുടെ നടുവിലൂടെ നായകനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ദുഃഖിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് അമ്മ വരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി അമ്മയോട് എനിക്ക് അമ്മയെ സംശയമാണ്, ഞാൻ ആ അച്ഛൻ്റെ മകൾ തന്നെയാണോ എന്ന് അവൾ അമ്മയോട് ചോദിക്കുന്നു. ഇത് കേട്ട നായിക മോളെ എന്ന് സങ്കടത്തോടെ വിളിക്കുന്നു. അപ്പോൾ ആ കുട്ടി അപ്പോൾ എങ്ങനെയാ അച്ഛനെ സംശയിക്കാൻ അമ്മയ്ക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് ആ കുട്ടി കരയുന്നു. ആ മറുപടി കേട്ട നായികയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുന്നു. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. അവിടെ ഒരു പോലീസുകാരൻ നായകനോട് സ്വന്തം മകൾക്ക് ഗർഭം ഉണ്ടാക്കിയവനല്ലേ നീ എന്ന് പറഞ്ഞ് നായകനോട് ദേഷ്യപ്പെടുന്നു. അന്നേരം സകല കൺട്രോളും വിട്ട നായകൻ ആ പോലീസുകാരനെ തല്ലുന്നു. അങ്ങനെ എല്ലാ പോലീസുകാരും വന്ന് നായകനെ പിടിച്ചു മാറ്റുമ്പോൾ CI അവിടേക്ക് എത്തുന്നു. നായകനെയും അവൻ്റെ അവസ്ഥയും കണ്ട CI അവനോട് തനിച്ച് സംസാരിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ CI നേരെ സ്കൂളിൽ വന്ന് പ്രിൻസിപ്പാളിനോട് ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ വിവരമറിയിച്ചില്ല? ആരാണ് കുട്ടിയുടെ അച്ഛൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടത്? നിങ്ങൾ എല്ലാവരും കൂടി ഒരുത്തൻ്റെ ജീവിതം തകർത്തു. സത്യം കണ്ടെത്താൻ പോലീസിനറിയാം, അതിന് DNA പോലെയുള്ള ശാസ്ത്രീയ രീതികളുണ്ട് എന്ന് പറഞ്ഞ് ആ CI പ്രിൻസിപ്പാളിനോട് ചൂടാകുന്നു. അവർക്ക് മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അടുത്ത സീനിൽ നായിക പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവൾക്ക് തെറ്റ് മനസ്സിലായതുകൊണ്ട് നായകനെ കാണണമെന്ന് CIയോട് പറയുന്നു. അപ്പോൾ CI അയാൾക്ക് ആരെയും കാണാൻ താല്പര്യമില്ല, അയാൾ കുറ്റക്കാരൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, അതുകൊണ്ട് അയാളെ നിർബന്ധിച്ച് നിങ്ങളോട് സംസാരിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്തായാലും അന്വേഷണം നടക്കും, സത്യം പുറത്തു വരും എന്ന് CI പറയുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു ആളൊഴിഞ്ഞ വീട്, അവിടെ ഒരുത്തനെ കെട്ടിയിട്ട് ഒരുത്തൻ മർദ്ദിക്കുന്നു. ആ മർദ്ദിക്കുന്നയാൾ അത് വേറെ ആരുമല്ല, നമ്മുടെ നായകനാണ്. അവൻ്റെ മകൾ അവനോട് പറഞ്ഞു എന്നെ നശിപ്പിച്ചത് എന്നെ പഠിപ്പിക്കുന്ന സാറാണ് എന്ന്. അന്ന് ഹീറോയുടെ ഫോട്ടോ രഹസ്യമായി എടുത്ത് മകളെ പീഡിപ്പിച്ച അച്ഛനെന്ന ക്യാപ്ഷൻ ഇട്ട് പോസ്റ്റർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ സാർ തന്നെയായിരുന്നു ശ്രീലക്ഷ്മിയെ പീഡിപ്പിച്ചത്. അവൾ വേണ്ട വേണ്ട എന്ന് കെഞ്ചി പറഞ്ഞിട്ടും ആ സാർ അവളെ പീഡിപ്പിച്ചു. അതുമാത്രമല്ല ആ പാതകം അവളുടെ അച്ഛനെ തലയിൽ കെട്ടിവെച്ച് അയാളുടെ ജീവിതവും അവൻ തകർത്തു. എന്നാൽ സത്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മിയെ അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ സാറിനെ ഭയന്നാണ് അവൾ ആരോടും ഒന്നും പറയാത്തത്.
അതിനൊരു കാരണമുണ്ട്. എന്നാൽ അവൾക്ക് അച്ഛനോട് എല്ലാം പറയണമെന്നുണ്ടായിരുന്നു. അച്ഛൻ അവളെ രക്ഷിക്കും, അച്ഛന് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവൾ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം അയാളെ കൊല്ലണം എന്നുകൂടി ശ്രീലക്ഷ്മി അച്ഛനോട് പറയുന്നു. അങ്ങനെ തന്റെ മകളുടെ മാനം കവർന്നവനെ ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത് എന്ന് പറഞ്ഞ് ആ സാറിനെ നായകൻ പച്ചയ്ക്ക് കത്തിക്കുന്നു. ശേഷം അവന്റെ ചാരം നായകൻ പുഴയിലൊഴുക്കുന്നു. അമ്മ സത്യവും അച്ഛൻ വിശ്വാസവുമാണ്. എന്തു സംഭവിച്ചാലും കൂടെ ഉണ്ടാവും, ഏത് പ്രശ്നത്തിലും രക്ഷിക്കാൻ വരുമെന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ നായകൻ കാത്തു സൂക്ഷിച്ചു. നിയമത്തിന്റെ സുഖചികിത്സയ്ക്ക് പ്രതിയെ വിട്ടുകൊടുക്കാതെ അച്ഛന്റെ നീതി പുസ്തകത്തിലെ വിധി അച്ഛൻ നടപ്പാക്കി. മകളെ നശിപ്പിച്ചവന്റെ ആരാച്ചാരായി മാറി ആ അച്ഛൻ. ഇപ്പോൾ അവൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അറിയാത്ത പ്രായത്തിൽ സംഭവിച്ച ആ അപകടം ഒരു ദുസ്വപ്നം പോലെ അവളെല്ലാം മറന്നു. അവൾ ആ സാറിന്റെ പേര് ആരോടും പറയാത്തതിന്റെ കാരണം അവളുടെ കുറച്ച് മോശപ്പെട്ട ഫോട്ടോസ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അയാളുടെ പേര് പുറത്തു പറഞ്ഞാൽ ആ ഫോട്ടോസ് എല്ലാവരെയും കാണിക്കും എന്ന് ആ സാർ ശ്രീലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അവൾ ആരോടും സത്യം തുറന്നു പറയാതിരുന്നത്. എന്നാൽ അവൾക്ക് ഇക്കാര്യങ്ങളൊക്കെയും അവളുടെ അച്ഛനോട് മാത്രം പറയണമെന്നുണ്ടായിരുന്നു. അച്ഛന് മാത്രമേ തന്നെ രക്ഷിക്കാനും അയാളെ ശിക്ഷിക്കാനും പറ്റുമെന്ന് ആ കുട്ടി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾ ആ രഹസ്യം അച്ഛനോട് മാത്രമായി പറഞ്ഞത്. ശ്രീലക്ഷ്മി ഇപ്പോൾ വേറെ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയാണ്. അവൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ സമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അച്ഛനും അമ്മയും അകലുമ്പോൾ തകരുന്നതും ഒറ്റപ്പെടുന്നതും കുട്ടികളാണ്. ആ ഒറ്റപ്പെടൽ മുതലെടുക്കാൻ ഈ സമൂഹത്തിൽ ഒരുപാട് പേർ ഉണ്ടാകും എന്നോർക്കുക. അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേക്ക് പോസ്റ്റും ന്യൂസും കൊണ്ട് തകരുന്ന ഒട്ടനവധി ജീവിതങ്ങളുണ്ട്. ഓരോ പോസ്റ്റ് കാണുമ്പോഴും സത്യം മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി.